ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. ഈ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ ഔട്ട്ഡോർ ടൈമിലാണ് ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുക്കേണ്ടെന്ന് കരുതിയതാണ്. ഇപ്പം ഞാനും സനലും നമ്മൾ പൈമാരെല്ലാം കൂടെ ചെറിയൊരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു ലൊക്കേഷനിൽ പോകാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ പ്രതീക്ഷിക്കാതെ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അതെല്ലാം കൂടെ നിങ്ങളത് ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിക്കാൻ പോവാണ്. അപ്പം ഈ വീഡിയോയിൽ കുറച്ച് പ്രമുഖരും അതുപോലെ തന്നെ വലിയ പ്രമുഖരും നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ പോവാണ്. ഇത് നമ്മുടെ മോട്ടോ ക്രേസി മച്ചാൻ അനന്തു. ഇത് മാറിയില്ലേ, 1.5 ആവാറായി. ഇത് നമ്മളെ ഡൂക്ക് സനൽ. പിന്നെ അടുത്ത് നമ്മളെ ട്രാവൽ മേഡ് മച്ചാൻ സബിൻ. പിന്നെ അടുത്ത് നമ്മളെ എല്ലാവർക്കും അറിയാനുള്ള യുവതികളുടെ രോമാഞ്ചമായ നമ്മുടെ ഓട്ടോടെക് ക്രൂസ്. പിന്നെ നമ്മുടെ എക്സ്പൾസിന്റെ ഓണറായ വിഷയം വേട്ടാവളിയൻ. പിന്നെ ക്യാമറ എടുക്കുന്ന നമ്മുടെ സ്വന്തം ക്യാമറാമാനായ രാഹുൽ കെനോണിയനായി. അപ്പം ഇതായിരിക്കണം നമ്മുടെ സനൽ മച്ചാന്റെ ചെറുക്കൻ തിരിച്ചു വന്നു, ഉഷാറാണ്. അപ്പം വേറെ ഒരു പ്രശ്നമില്ല, വണ്ടി കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫോട്ടോഷൂട്ടിന് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വണ്ടി ഉണ്ട് കേട്ടോ. നമ്മൾ 390-ലല്ല സനൽ വരുന്നത്. സനൽ നമ്മുടെ ചെറുക്കൻ്റെ കൂടെയാണ് 220-ലാണ് വരുന്നത്. അപ്പം 220 പവർ. അപ്പോൾ നമ്മളെ മച്ചാമാര വണ്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാ വണ്ടികളും നിങ്ങൾ നമ്മളെ ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് നേരെ വീഡിയോസ് കണ്ടിട്ട് വരാം. ചെറിയ വീഡിയോ ആയിരിക്കും, എല്ലാവരും മാക്സിമം ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ ലൊക്കേഷനിലോട്ട്. അപ്പോൾ ഈ പൊക്കിക്കൊണ്ടിരിക്കുന്നതാണ് ലൊക്കേഷൻ. കുറച്ച് റബ്ബറും കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് സ്ഥലപ്പേരൊന്നും അറിയില്ല. അപ്പോൾ ഫ്രണ്ടേ പോകുന്നത് നമ്മുടെ മുസമ്പിലും നമ്മുടെ RM5 വന്ന മച്ചാനും കൂടിയാണ് ഫ്രണ്ടേ പോകുന്നത്. അപ്പം നമ്മളും അവരുടെ പുറകെ വിച്ച് പിടിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. വേറൊരു കാര്യം, നമ്മൾ ആ ധനുഷ്കോടി ട്രിപ്പിന് ശേഷം എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു സമയമാണ് ഇത്. അപ്പം നമ്മൾ ദൂരയാത്രയൊന്നുമില്ല, അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇത് വീടിന് കുറച്ചടുത്തുള്ളൊരു സ്പോട്ട് തന്നെയാണ്. അപ്പം അവിടെ ആളൊഴിഞ്ഞൊരു സ്ഥലം ആയതുകൊണ്ട് പിന്നെ ഇത് സെലക്ട് ചെയ്യുന്നു മാത്രം. അങ്ങനെ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയതാണ്. ഫോട്ടോഷൂട്ടിനായിട്ട് V3 ഉണ്ട്, നമ്മുടെ ചെറുക്കനുണ്ട് 220, പിന്നെ മുസമിലിൻ്റെ മോജോ, വേട്ടാവളിൻ്റെ എക്സ്പൾസ്, പിന്നെ നമ്മുടെ ഹിമാലയൻ. അപ്പം നമ്മളിതാ കുറേ കറങ്ങി. ഈ സ്ഥലത്തിൻ്റെ പേരെന്താളിയാ? വട്ടത്തിലാറ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ കറങ്ങി വട്ടത്തിലാറെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് നമ്മളെ പഴയ ടീമുകളെല്ലാം ഉണ്ട്. വേട്ടാവളിയൻ, സനലി, ക്യാമറാമാൻ, പിന്നെ മുസമിലുണ്ട്. പിന്നെ പുതിയൊരു മെമ്പർ ഉണ്ട്. ബ്രോ പേര് പറഞ്ഞു? അതാണ് ലൊക്കേഷൻ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇനി അവിടെ ഒരു കാർ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനാണ് പ്ലാൻ. ഒന്നും സെറ്റായില്ല, നമ്മൾ റൂട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ അതൊക്കെ നോക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് ചെറുതായിട്ടൊന്ന് നടത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ടീമെല്ലാം അതും അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പയ്യന്മാരെല്ലാം നല്ലെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് ബാക്കി കാര്യങ്ങളെന്നൊക്കെ വഴിയെ കാണാം. നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണ്ടേ? വഴിയുണ്ടോ? ആട്ടാളിയാ, ഏതൊഴി പോവും? അങ്ങനെ ഫോട്ടോഷൂട്ടിന് വന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ചൊരു ഓഫ് റോഡ് ട്രാക്ക് കിട്ടി. ചെറുതായിട്ടേ ഉള്ളൂ. എന്നിരുന്നാലും എല്ലാ വണ്ടിയും V3, മോജോയും, എക്സ്പൾസും, ഹിമാലയനും, നമ്മുടെ ചെറുക്കൻ 220-യും എല്ലാവരും കൂടെ നേരെ ഈ ഒരു ചെറിയൊരു ഓഫ് റോഡ് ട്രാക്കൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് മേളിലോട്ട് പോവാണ്. അങ്ങോട്ട് പോയിട്ട് വേറെ വഴിയുണ്ടോയെന്ന് അറിയില്ല, അതൊക്കെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. വഴിയുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം.
നമ്മുടെ പഴയ ടീം എല്ലാവരും കൂടെ ഒത്തുകൂടി ഇപ്പം ചെറുതല്ല വലിയൊരു സന്തോഷമായി. എല്ലാവരും പഴയതുപോലെ തന്നെ നല്ല ഹാപ്പിയായി, മൂഡൊക്കെ ഓണായി. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ വഴി കൂടെ എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കുകയാണ്, എങ്ങോട്ടെങ്കിലും പോവുക. നമ്മൾ കണ്ട ആ പുഴയുടെ സൈഡിൽ ചെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പിലുണ്ടായിരുന്ന എല്ലാ വഴിയും കൂടെ ഒന്ന് കറങ്ങിയൊക്കെ നോക്കി. പക്ഷേ നമുക്ക് അപ്പുറത്ത് ആ പാറയുടെ സൈഡിൽ പോകാൻ പറ്റിയില്ല. അപ്പം വഴിയെ കണ്ടൊരു അപ്പൂപ്പിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇനി തിരിച്ചു പോകാനുള്ള വഴി ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോകാം. അതായത് ഇതിൽ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് വന്നതാണ്. പിന്നെ ചെറിയൊരു ഓഫ് റോഡ്. അപ്പോൾ ഫോട്ടോഷൂട്ട് ഇതുവരെ നടന്നില്ല. നമ്മൾ കുറച്ച് ചെറിയൊരു ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് തന്നെ വീണ്ടും വണ്ടികളുണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. അപ്പോൾ ഇനി ഫോട്ടോഷൂട്ട് എപ്പോൾ നടക്കുമെന്തോ അറിഞ്ഞൂടെ. എല്ലാം ക്യാമറാമാൻ്റെ കയ്യിലാണ്. ക്യാമറ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉടനെ ഫോട്ടോഷൂട്ട് തുടങ്ങും. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ പണിപ്പുരയിലാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരം കറങ്ങി വീണ്ടും നമ്മളിതാ ഈ ലൊക്കേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ വണ്ടി ഇറക്കണോ സനല്ലേ? എങ്ങനെ ഇറക്കും നോക്കാം. മുസമിലിന്റെ അഭിപ്രായം എന്താണ്? എന്തായാലും നിങ്ങൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വേറൊരു സ്ഥലത്ത് ഇപ്പുറത്തോട്ട് വന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. വണ്ടിയും സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട് മുസമിലും ഞാനും കൂടെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ലഗേജും ബാഗും ഹെൽമെറ്റെല്ലാം ഇവിടെ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ വേട്ടവളീൻ്റെ എക്സ്പെൽസും കൂടെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് ബാക്കി അവിടെ വെച്ചൊരു ചെറിയൊരു ഗ്രൂപ്പ് ഫോട്ടോ അതും കൂടെ കഴിഞ്ഞിട്ട് പതുക്കെ നൈസായിട്ട് ഇവിടെ നിന്ന് സ്കൂട്ടാവാനുള്ള പരിപാടിയാണ്. എക്സ്പെൽസ് എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ നമ്മളെ ചാനലിൽ ഉടനെ എക്സ്പെൽസിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ വരുന്നുണ്ട്. അതിന് മിക്കവാറും നമ്മുടെ വേട്ടവളീനൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ സ്റ്റിക്കറൊക്കെ കയ്യിൽ അടിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ നമ്മൾ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും അങ്ങോട്ട് പോവാം. വേട്ടവളീൻ്റെ വണ്ടിയിൽ ഇതോ വേട്ടവളിയും കൂടുതലുണ്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എടുത്ത ഫോട്ടോസ് എല്ലാം ഇതിൻ്റെ സൈഡിൽ നമ്മൾ കാണിച്ചു തരാം. കുറച്ച് ഫോട്ടോസ് ഉണ്ടാവും, അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് പോലെ കാണിച്ചു തരാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. See you. പോലെ ഒരു മിനിറ്റ്.